നിലപാട് ഘടിപ്പിക്കാൻ പോകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷി, ഇപ്പോൾ AKG സെന്ററിൽ ഈ ഫയലുകൾ വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ് റാഹി റഷീദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ 30 ദിവസത്തെ നോട്ടീസൊക്കെ കൊടുത്ത് പിന്മാറാൻ പറ്റൂ. പദ്ധതി അക്കാഡമിക് ഇയർ നടപ്പിലാക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ മാത്രമേ ഈ പദ്ധതി ഇനി നടപ്പിലാക്കാൻ കഴിയൂ. അങ്ങനെ വന്നാൽ പോലും പക്ഷേ ഇതിനോട് പ്രതിപക്ഷം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കാര്യം പ്രതിപക്ഷത്തിൽ തന്നെ ഇതിൽ വിള്ളലുണ്ട്. പ്രതിപക്ഷ നേതാവ് പദ്ധതി അനുകൂലിക്കുന്നുണ്ട്. പദ്ധതിയല്ല, ആ പണം വാങ്ങിച്ചെടുക്കണം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. എന്നാൽ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾ ഈ പദ്ധതിക്കെതിരെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കൗതുകകരമായ കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PMC പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ NEP പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള സ്ട്രക്ചറാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാർ തന്നെ നടപ്പിലാക്കിയ പദ്ധതി സംസ്ഥാനത്ത് വരുമ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം കൂടി ഉണ്ടാവില്ലേ? KSUവും AISFും AYFും ഉള്ള സംഘടനകൾ നിരത്തിൽ പ്രതിഷേധവുമായി വരാനുള്ള സാധ്യതയുമുണ്ടോ? അതിൽ അരുൺകുമാർ, യൂത്ത് കോൺഗ്രസും KSUവും അടക്കം കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ഒന്നാകെ ഈ PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനെതിരെ സമരം തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് KSUവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സമരപരിപാടികൾക്ക് രൂപം നൽകും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട സമരം പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു കടുത്ത സമരത്തിലേക്ക് PM-ശ്രീ പദ്ധതി ഉയർത്തി നീങ്ങാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസും KSUവും തീരുമാനിച്ചത്. അതേസമയം തന്നെ തെലങ്കാനയിലാകട്ടെ കർണാടകയിലാകട്ടെ PM-ശ്രീ പദ്ധതി അത് നടപ്പിലാക്കിയത് നേരത്തെ BJP സർക്കാർ ഭരിക്കുമ്പോഴാണ് എന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കോൺഗ്രസ് ഏതായാലും PM-ശ്രീ പദ്ധതിയെ CPI എതിർക്കുന്ന സാഹചര്യത്തിൽ ഇത് ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച നിലപാട് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് യോജിച്ചുകൊണ്ടാണ് നേരത്തെ പരസ്യ പ്രതികരണം നടത്തിയത്. പക്ഷേ അതേസമയത്ത് തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ PM-ശ്രീ പദ്ധതി BJPയുടെ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലുള്ള ആരോപണമാണ് ഉയർത്തിയത്. അത് BJPയും CPMും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഇതിനോടകം ഉയർത്തിയതാണ്. അതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ ദേശീയ തലത്തിൽ ഈ പാർട്ടിയുടെ നിലപാടെന്നുള്ളത് പിന്നീട് CPI അപമാനിക്കപ്പെട്ടതായിട്ട് കരുതുന്നുണ്ടോ? അല്ല, അതെല്ലാം അത് അപമാനിക്കപ്പെട്ടോ അത് അംഗീകരിക്കപ്പെട്ടോ അതല്ലെങ്കിൽ ഞങ്ങളെ ഗൗരവത്തിലെടുത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചോ, അതൊക്കെ എല്ലാ വശങ്ങളും ഈ പാർട്ടി മീറ്റിംഗിൽ ചർച്ച ചെയ്യും. അതിനുശേഷം ഞങ്ങൾ അതിന്റെ തീരുമാനം പറയും. ഇടതു പാർട്ടികളുടെ ദേശീയ നയം തന്നെയാണ്. ആനി രാജ മാധ്യമങ്ങളെ കാണുകയാണ്. എല്ലാം പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുമെന്നുള്ളതാണ്. നമുക്ക് D രാജയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം. ദേശീയ തലത്തിൽ D രാജയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. ആദിൽ പാലോട് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സംസ്ഥാനത്ത് CPIക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അത് അങ്ങനൊരു തീരുമാനമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നത്. അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണോ CPIയുടെ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്? ആദിൽ പാലോട് ഇപ്പോൾ ആദിൽ പാലോട് കൂടി നമുക്കൊപ്പം ചേരുന്നു. LDFൽ പൊട്ടിത്തെറിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇതിൽ ഇനിയൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരേണ്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ്, CPM സംസ്ഥാന അതേപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. എന്തുകൊണ്ടാണ് LDF നയപരമായി എതിർത്തിരുന്ന ഈ പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പുവെച്ചത്? അതിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും കുടിശ്ശിക സർവശിക്ഷാ അഭിയാൻ ഉള്ളതും മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നത് CPIയുടെ നയം കൂടിയാണ്. അപ്പോൾ CPI നയം ബോധ്യത്തിലെടുക്കാതെ എങ്ങനെയാണ് ഈ തീരുമാനമെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ CPI എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നമുക്കറിയേണ്ടത്. ഈ PM-C പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത് CPMന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയത്തിനു കൂടി എതിരാണ്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ NEPയെ തുടക്കം മുതലേ എതിർത്ത പ്രസ്ഥാനമാണ് CPM. ദേശീയ നയം ഒളിച്ചു കടത്താനുള്ള പദ്ധതി എന്നാണ് മധുര പാർട്ടി കോൺഗ്രസ് PM-Cയെ വിലയിരുത്തിയത്. ഫെഡറൽ തത്വങ്ങളെ വകവയ്ക്കാത്ത നയമെന്നായിരുന്നു പാർട്ടി കോൺഗ്രസ് പ്രമേയം. കേന്ദ്രം എല്ലാം തീരുമാനിക്കുന്നത് ആപത്താണെന്നും പാർട്ടി കോൺഗ്രസ് അന്ന് നിലപാടെടുത്തിരുന്നു. അർജുൻ കല്യാട് അന്നും ഇന്നും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് CPMന്റെ നിലപാട്. അത് മധുര കോൺഗ്രസിലാണെങ്കിൽ എല്ലാ പാർട്ടി കോൺഗ്രസിലാണെങ്കിലും PM-Cയെ കുറിച്ചുള്ള പ്രത്യേക ചർച്ച വരുന്ന ഘട്ടത്തിൽ പോലും അത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താനുള്ള ഒരു വഴി എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അതിൽ നിന്നാണ് ഇപ്പോൾ പാർട്ടി പിന്നാക്കം പോയിരിക്കുന്നത്, അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും 2020
കഴിഞ്ഞ വർഷം തന്നെ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. SFIയും അതുപോലെ തന്നെ DYFIയും ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ ഈ NEPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ട ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ NEPയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള ആരോപണമായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ SFIയും അതുപോലെ തന്നെ CPM ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഈ PM ശ്രീ പദ്ധതിയുടെ അതിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ MOUയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ PM ശ്രീ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, അതായത് 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നപ്പോഴും 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിലുൾപ്പെടെ സൂചിപ്പിക്കുന്നത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായ രീതിയിൽ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് തന്നെ ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അതിശക്തമായ രീതിയിൽ തന്നെ എതിർക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടെ CPM കാണുന്നത്. പക്ഷേ ആ നയത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും അതിന് വിരുദ്ധമായ രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ CPIM അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ CPM തന്നെ എതിർത്തിട്ടുള്ള ഒരു പോളിസിയെ ഇപ്പോൾ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി തന്നെ മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ CPM നേതൃത്വത്തിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ. LDFൽ PMCയെ ചൊല്ലി പൊട്ടിത്തെറിയാണ്. പല പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഏറ്റവും കൃത്യമായ പ്രതികരണം നമ്മൾ കാത്തിരിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടേതാണ്. ബിനോയ് വിശ്വം അല്പസമയത്തുള്ളിൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കാണും. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് മാധ്യമങ്ങളെ കാണും. വൈകുന്നേരം 4 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും മാധ്യമങ്ങളെ കാണും. PMCയിൽ CPMൻ്റെയും CPIയുടെയും LDFൻ്റെയും പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ MOUയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്.